പിണറായി വിജയനാണോ അതോ നമ്മുടെ അച്യുതാനന്ദനാണോ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരാണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവർക്ക് ആരാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിണറായി വിജയനാണോ അച്യുതാനന്ദനാണോ നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ളത്? നമ്മുടെ അച്യുതാനന്ദൻ തന്നെ. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ കുറച്ച് മനുഷ്യപ്പറ്റുണ്ടെന്ന് പറയാം, മനുഷ്യനെ മനസ്സിലാക്കുന്ന ആ ഒരു വിധത്തിൽ ഉണ്ടെന്ന് പറയാം. അത് മാത്രമല്ല, പിണറായിക്ക് കുറച്ച് ഇത്രയും ഭരണം കിട്ടിയില്ല. സെക്കൻഡ് ടൈം പക്ഷെ അത് കറക്റ്റായിട്ട് മേക്ക് യൂസ് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റുന്നില്ല. മാത്രമല്ല, ആ കമ്മ്യൂണൽ ഹാർമണി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്നില്ല. ഇനി ഒരു ഇലക്ഷൻ വന്ന എന്തായാലും പിണറായി വിജയൻ തന്നെ ഭരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യാതൊരു ഉറപ്പില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ ഭരിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ കോൺഗ്രസ്സുകാർ കയറി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ഗതി. ഇതിപ്പോ BJP കയറിയാലും കോൺഗ്രസ് കയറിയാലും മാർക്സിസ്റ്റും കയറിയാലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവർ പണം ഉണ്ടാക്കുന്നുണ്ട്, അവർ ഭരിക്കുന്നുണ്ട്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനുഭവം കൊണ്ട് 10-30 വർഷത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർ അവര് പൈസ ഉണ്ടാക്കുക, അവര് ഭരിക്കുക. അല്ലാതെ മാറ്റം വരാനായിട്ട് എന്താണ് ആക്ച്വലി പുതിയ പാർട്ടിയല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് അങ്ങനെയുള്ള ആളുകൾ നമുക്കുണ്ട്. എത്രയോ ഹൈലി ക്വാളിഫൈഡ് നമ്മുടെ സ്റ്റാഫ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരാരും മുന്നോട്ട് വരാത്ത കാരണം എന്താണ്? അവർ കുറച്ച് ചെയ്യുമ്പോൾ അവരാരെങ്കിലും കാല പിടിച്ച് വലിച്ച് താഴെയിടും. മനസ്സിലായ? അങ്ങനെ സത്യസന്ധമായിട്ട് മുന്നോട്ട് ഇപ്പോൾ പോലീസുകാർ സത്യസന്ധമായിട്ട് മുന്നോട്ട് വന്ന പോലീസുകാർ ആർക്കും കണ്ടുകൂടാ. സത്യമല്ലേ? അതേപോലെ തന്നെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന പൊളിറ്റീഷ്യൻസിനെ ആർക്കും കണ്ടുകൂടാ, അല്ലേ? സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവരെ ആർക്കും വേണ്ട. സത്യം അതാ. മനസ്സിലായ? അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് പൊളിറ്റിക്സിൽ വരണം എന്ന് മാത്രമല്ല, ഇപ്പം അതായത് എങ്ങനെ അവർ വിവരം വേണം, ലോകത്തെ പറ്റി വിവരം വേണം, നമ്മുടെ രാഷ്ട്രത്തെ പറ്റി വിവരം വേണം, നമ്മുടെ സംസ്ഥാനത്തെ പറ്റി എല്ലാ വിവരം വേണം. ആ വിവരമില്ലാത്ത ആളുകളാണ് ഭരിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് അച്യുതാനന്ദനായിരുന്നപ്പോൾ ഒരുപാട് ഗവൺമെന്റ് സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഗവൺമെന്റിലോട്ട് തന്നെ തിരിച്ചെടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ പെൻഷന്റെ കാര്യങ്ങളൊക്കെ കൂട്ടി, ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ജനത്തിനോട് സ്നേഹമുള്ള ഭയങ്കരമായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ ആരാ വരില്ലേ? അത് അച്യുതാനന്ദൻ തന്നെയാണ്. കാരണം നല്ല സമരം ചെയ്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നതാണ്. പാവങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരു നല്ലൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. നിങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ട് അമ്മയാണോ അച്ഛനാണോ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് ചോദ്യം കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. എന്നാലും ഇവരിൽ ആരാണ്? രണ്ടുപേരും എനിക്ക് ഒരേപോലെ. അത് കാരണം അച്യുതാനന്ദനാണെങ്കിലും ഞാൻ പണ്ട് മിമിക്രി ചെയ്തിട്ടുണ്ട്, എനിക്ക് എപ്പോഴും ശബ്ദം വരില്ല. കേരളത്തിന്റെ വിവിധ തരം അങ്ങനെയൊക്കെ പുള്ളിനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അച്യുതാനന്ദൻ. അത് തന്നെയാണ് പുള്ളിയുടെ 101 വയസ്സുണ്ട്. എന്തോ 101 വയസ്സുണ്ട്. ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ ശൈലി കൊണ്ടാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ആരാണ് നല്ലൊരു നേതാവ്? നല്ലൊരു നേതാവ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തായാലും പിണറായി വിജയൻ തന്നെയാണ്. കാരണം കൊറോണ സമയത്താണെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണെങ്കിലും ഒരു അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ പുള്ളി കുറെ പ്രസ് മീറ്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയല്ലോ. അതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു രീതിയും ശൈലിയൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആണ് പിണറായി വിജയന്റെ. എനിക്ക് ഒരു റോൾ മോഡലായി കരുതുന്ന ഒരു വ്യക്തി പിണറായി വിജയനായിരിക്കും. ഇരട്ടച്ചങ്കനാണോ? ഞാൻ ശരിക്കും ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാനാണ്. അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ? എനിക്ക് എപ്പോഴും പുള്ളിയുടെ ഞാനൊരു പാർട്ടി അനുഭാവി അങ്ങനെയൊന്നും അല്ല, സാധാരണ പൗരൻ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എപ്പോഴും എനിക്ക് കുറച്ചുകൂടെ പണ്ട് മുതലാണല്ലോ ഒരു ഇത് തോന്നിയിട്ടുള്ള അച്യുതാനന്ദൻ സാറിനോടാ. കാര്യം പുള്ളിയുടെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, കുറെ ഒരു എന്താ പറയണ്ടേ, ആദർശങ്ങളും ഐഡിയാസും ഒക്കെ ഉണ്ടല്ലോ. അതെനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടർ ആരാണ് നല്ലത്? ഐ മീൻ ജനങ്ങളോട് സംസാരിക്കുന്ന രീതി ആയാലും അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ രണ്ടുപേരിൽ ആരാണ് അടിപൊളിയായിട്ട് തോന്നുന്നത്? എനിക്ക് എപ്പോഴും അച്യുതാനന്ദൻ സാറിനോട്, ഇപ്പൊ നമ്മൾ രണ്ടുപേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അച്യുതാനന്ദൻ സാറിന്റെ തട്ടതാണെനിക്കും. രണ്ടുപേരും ഒരേപോലെയുള്ള രീതിയിലാണ് അവര് ഇത് ചെയ്തേക്കുന്നത്. എന്നാലും അവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ജനത്തിനോട് അത്യാവശ്യം സ്നേഹമൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നത്?
ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് എല്ലാ കൊണ്ടും ഇപ്പോൾ ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ചെയ്യണത് അച്യുതാനന്ദനാണെങ്കിൽ ഇത്തിരി ഇതായി വന്നതിന് ശേഷം അവർക്കൊരു ഇത് വന്നല്ല. അപ്പം അതിൻ്റെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. നല്ലൊരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അച്യുതാനന്ദൻ നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നു. പിണറായി ഇപ്പോഴത്തെ നിലപാടുകളിലൊരു മാറ്റമുണ്ട്. ഞാൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നെ പ്രസിദ്ധീകരിക്കരുത്. എന്നാലും ഇവരിൽ രണ്ടുപേരിൽ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? അച്യുതാനന്ദൻ തന്നെയായിരുന്നു. എന്റെ കണക്കൂട്ടല്ലേ, പല ഇതാണല്ലോ, പലർക്കും പല അഭിപ്രായമാണല്ലോ. എന്റെ അഭിപ്രായത്തില് അച്യുതാനന്ദൻ നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. പിണറായി വിജയനോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനൊക്കെ നല്ല ആവശ്യം. പുള്ളിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയില്ല, അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് അച്യുതാനന്ദനാണെന്ന്. അച്യുതാനന്ദൻ. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ പറയാൻ കാരണം? അച്യുതാനന്ദൻ കുറച്ചും കൂടി ബ്ലെൻഡഡ് ആണ്. അതായത് ഈ പിണറായി വിജയനേക്കാളും കുറച്ചും കൂടി ജനസമ്മതി, ജനങ്ങളുടെ ഇടപെടാനും ഒരേ സമയം ഉണ്ടായാലും ഡിസിഷൻസും കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. ഒരേ സമയം ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ മൂന്നാറിലെയൊക്കെ ഇഷ്യൂസ് പോലെ പട്ടയത്തിൻ്റെയൊക്കെ പ്രശ്നമായാലും വളരെ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇയാൾക്ക് പാർട്ടി പ്രവർത്തകരുടെയിലും ആളുകൾക്കിടയിലും ഒരു ജനസമ്മതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര പാടാണ്. ഒരു പൊളിറ്റീഷ്യൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അറ്റ് ദ സെയിം ടൈം ജനസമ്മതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പിണറായി വിജയൻ സ്ട്രോങ് ആകും തോറും ഈ ജനസമ്മതി കുറയുന്നുണ്ടോ സംശയമുണ്ട്. അത് മേ ബി പുള്ളിയുടെ അഹങ്കാരമാണോ അതോ ധാർഷ്ട്യമാണെന്ന് അറിയില്ല, വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അങ്ങനെ. അത് ഈ പറഞ്ഞ കണക്കാണ്. റോക്കി ഇവർ രണ്ടുപേരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇവർ രണ്ടുപേരോടും പ്രത്യേക വലിയ പറയത്തക്ക താല്പര്യമില്ല. അങ്ങനല്ലേ, എനിക്ക് ഞാൻ എൻ്റെ ഒരു കാലയളവിലുള്ള ആളല്ല എങ്കിലും നയനാരുടെ ഒക്കെ ഒരു പീരീഡും ആളുടെയാണ് അത്. ഈ അടുത്ത കാലത്ത് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അയാളോട് താല്പര്യം തോന്നുന്നല്ലാണ്ട് ഈ പറഞ്ഞവരുടെ എനിക്ക് പേഴ്സണലി പൊളിറ്റിക്കലിയോ അല്ലാണ്ട് ഒരു അച്യുതാനന്ദൻ. എവിടെയോ എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ? നല്ലൊരു പിണറായി ഇപ്പൊ ഒരു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, പക്ഷെ പിണറായിയുടെ ഭരണം സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ? ഈ ഇപ്പത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വികസനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും അധികം ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പറയുന്ന വാക്കുകളൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലൊക്കെ ഉണ്ട്, ചെയ്യുന്ന കാര്യങ്ങളായാലും മിസ്റ്റേക്ക് ഉണ്ട് കുറെ. എന്താ അച്യുതാനന്ദനാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റില് അഡ്വൈഡ് തോന്നുന്നത്?